ഇന്നത്തെ നമ്മുടെ യാത്ര മാമലക്കണ്ടത്തേക്കാണ്. അപ്പം മാമലക്കണ്ടത്തെ കുറിച്ച് കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടാലോ? അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോതമംഗലത്ത് നിന്നും 32 കിലോമീറ്ററാണ് മാമലക്കണ്ടത്തേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് കുട്ടമ്പുഴ തട്ടേക്കാട് റൂട്ടാണ്. അപ്പോൾ ഈ ഒരു പാലം തട്ടേക്കാട് ബ്രിഡ്ജാണ്. അപ്പോൾ ഈ ഒരു ബ്രിഡ്ജ് കയറി ഇറങ്ങുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി. അപ്പോൾ ഈ കുട്ടമ്പുഴയാണ് ഈ ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയുടെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. കാരണം ഓൾറെഡി ഈ വീഡിയോക്ക് ഇത്തിരി ലെങ്ത് കൂടുതലായിരിക്കും. കാരണം മാമലക്കണ്ടത്തിലെ ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ തട്ടേക്കാടിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തട്ടേക്കാട് റൂട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തട്ടേക്കാട് ഈ റൂട്ട് പോകുമ്പോൾ നമുക്കിവിടെ ഒരു ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് കുട്ടമ്പുഴയിലേക്കാട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു റൂട്ടാണ്. അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു റൂട്ടാണ്. പിന്നെ ഇവിടുത്തെ റോഡുകളും നല്ല അടിപൊളി റോഡുകളാണ്. നമുക്ക് ആ ഒരു ട്രാവൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു റോഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കുട്ടമ്പുഴ തട്ടേക്കാട് റൂട്ടിൽ പോകുമ്പോൾ നല്ല അധികം ട്രാഫിക്കോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല റോഡും ഒക്കെ ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. പിന്നെ ഈ ഒരു റൂട്ട് എല്ലാവർക്കും തന്നെ അറിയാതിരിക്കുന്ന റൂട്ടാണ്. നമ്മുടെ ഒരു KSRTC റൈഡ് വന്നേ പിന്നെയാണ് നമുക്ക് ഈ ഒരു റൂട്ട് ഇത്രയും ആളുകളിലേക്ക് എത്താൻ കാരണം. KSRTCയുടെ ജംഗിൾ സഫാരി ഉണ്ടായിരുന്നു. കുട്ടമ്പുഴ തട്ടേക്കാട് മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന ഒരു ജംഗിൾ സഫാരി റൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്കും ഈ ഒരു സ്ഥലം കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത്.
കുട്ടമ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടമ്പുഴയിലെ കാഴ്ചകളെല്ലാം വളരെ മനോഹരമാണ്. ഈ ഒരു പുഴ ഒഴുകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ഇറങ്ങാനൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് ആ പുഴയിലൊക്കെ വേണമെങ്കിൽ ഇറങ്ങാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൂടാതെ ആ ഒരു ഏരിയയിൽ നല്ല വഴിയോര കച്ചവടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്നാക്സ്, ചായ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും. കുട്ടമ്പുഴ ജംഗ്ഷനിൽ നിന്നും പ്രധാനമായിട്ടും 2 വഴികളാണുള്ളത്. റൈറ്റിലേക്ക് പോകുന്നത് മാമലക്കണ്ടവും ലെഫ്റ്റിലേക്ക് പോകുന്നത് പൂയംകുട്ടിയാണ്. അപ്പോൾ നമ്മൾ കുട്ടമ്പുഴയിൽ നിന്നും റൈറ്റിലേക്കുള്ള വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള റോഡുകളൊക്കെ നമ്മൾ വന്ന റോഡുകൾ പോലെയല്ല, കുറച്ച് കുണ്ടും കുഴിയും എല്ലാം നിറഞ്ഞൊരു റോഡാണ്. എല്ലായിടത്തും അല്ല, കുറച്ച് ഭാഗത്ത് മാത്രമേ അങ്ങനെ ഉള്ളൂ. മാമലക്കണ്ട എന്ന് പറയുന്നത് തന്നെ ഒരു ആനക്കാടാണല്ലോ. അപ്പോൾ കാടിനുള്ളിലൂടെയുള്ള ഒരു യാത്രയാണ്. അപ്പോൾ അതനുസരിച്ച് റോഡുകളിലും വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഇവിടെ വന്നിട്ട് നമുക്ക് ഒറ്റ ആനയെ പോലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വാസ്തവം. കുറേ സ്ഥലങ്ങളിൽ ആനയുണ്ടെന്ന ബോർഡ് കണ്ടു, അതുപോലെ കമ്പിവേലികളെല്ലാം കെട്ടിയിരിക്കുന്നതെല്ലാം കാണാൻ കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇവിടെ വന്നിട്ട് ആനയൊന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ നമ്മളിപ്പോൾ ആ ഒരു കാട്ടിലേക്ക് എത്തിയിട്ടില്ല കേട്ടോ. നമ്മൾ പോകുന്ന വഴിയാണ്. ആ ഒരു റോഡുകളിലൂടെ പോയിക്കൊണ്ട് നമ്മൾ കാട്ടിലേക്കുള്ള ആ ഒരു പാതയിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിലേക്ക് ധാരാളം വീടുകളും എല്ലാം ഉള്ള ഒരു ഏരിയ ആണ്. ഈ ഒരു മാമലക്കണ്ടത്തേക്ക് KSRTCയും പ്രൈവറ്റ് ബസ്സും എല്ലാം ഉള്ളൊരു റൂട്ട് തന്നെയാണ് കേട്ടോ. മാമലക്കണ്ടത്തിലെ ആ ഒരു ഫോറസ്റ്റിലൂടെയുള്ളൊരു യാത്ര. അപ്പോൾ ഈ ഒരു വഴി നല്ല രസമാണ്. 2 വശങ്ങളിലും മരങ്ങളും ആ ഒരു കാടിനകത്തൂടെയുള്ളൊരു യാത്രയാണ്. ഇതിൽ കൂടെ ചെറിയ ചെറിയ അരുവികൾ പോലെ വെള്ളം ഒഴുകുന്നതെല്ലാം നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അതുപോലെ ഇത് ഇങ്ങനെ കുറേ വള്ളിപ്പടർപ്പുകളും എല്ലാം നമുക്ക് കാണാൻ കഴിയും. വലിയ വലിയ വൃക്ഷങ്ങളും എല്ലാം ഉള്ളൊരു പാത തന്നെയാണിത്. ഈ ഒരു മെയിൻ പാതയിലെത്തുമ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റിലേക്ക് മാമലക്കണ്ടവും നേരെ പോകുന്നത് പിണവൂർക്കുടി എന്ന് പറയുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് മാമലക്കണ്ടത്തേക്ക് പോവേണ്ടത്. അപ്പോൾ നമ്മൾ മാമലക്കണ്ടത്തേക്കുള്ള ആ ഒരു റൂട്ടിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ പോകുമ്പോൾ കാണുന്ന ഒരു ചെറിയൊരു പാലമാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ അരുവി പോലെ ഇങ്ങനെ ഇവിടുത്തെ പുഴയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഒരു ഫോറസ്റ്റിലൂടെയാണ് നമ്മുടെ യാത്ര. അപ്പോൾ ഇവിടെയെല്ലാം ആനകളുണ്ട് എന്ന ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആണ്. ആനകളുടെ ഭയങ്കര ഒരു കൂട്ടം തന്നെയുള്ള ഒരു ഏരിയ ആണ് മാമലക്കണ്ടം. അപ്പോൾ നമ്മൾ ആ ഒരു കാട്ടിലൂടെയാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പാതയിലൂടെയുള്ള രാത്രി യാത്ര കുറച്ച് റിസ്ക് ഉള്ളതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടുത്തെ ആനകൾ തന്നെയാണ്. ആന ഇറങ്ങുന്ന ഒരു ഏരിയ ആയതിനാൽ രാത്രിയുള്ള യാത്ര കുറച്ച് അപകടം പിടിച്ചത് തന്നെയാണ്. പക്ഷേ ഈ കാട്ടിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ് കേട്ടോ. ആ ഒരു പച്ചപ്പും ഹരിതാഭയും പിന്നെ ഇടയ്ക്കുള്ള ഈ ചെറിയ ചെറിയ അരുവികളും വെള്ളച്ചാട്ടവും എല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് സമ്മാനിക്കുന്നത് ഒരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട ഒരു പാത തന്നെയാണ് ഇത്. മാമലക്കണ്ടം ഈ ഒരു വനപാതയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ വനത്തിലൂടെയുള്ള ഒരു പാത ചെറിയൊരു കോൺക്രീറ്റ് പാതയാണ്. ഈ ഒരു കോൺക്രീറ്റ് പാത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ കിടക്കുന്ന പാതയാണ്. അപ്പോൾ ചെറിയൊരു പാതയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വന്നാൽ പോലും ഭയങ്കര ഒരു പാടാണ് പോകാനായിട്ട്. പക്ഷേ ഈ റൂട്ട് KSRTCയും പ്രൈവറ്റ് ബസ്സും എല്ലാം സർവീസ് നടത്തുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ ഭയങ്കര ആ ഒരു KSRTCയിലുള്ള ഒരു യാത്രയൊക്കെ വളരെ അടിപൊളിയായിരിക്കും. പിന്നെ പോകുന്ന വഴിക്ക് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിയ വലിയ പാറകളൊക്കെ കാണാൻ കഴിയും. അതിലൂടെ ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ റോഡിൽ കൂടെയൊക്കെ ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ആ ഒരു കാഴ്ച എന്ന് പറയുന്നത്. അതേ കണ്ടില്ലേ, റോഡിലൊക്കെ ആ ഒരു നല്ല വെള്ളം ഇങ്ങനെ അരുവിയായിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പാറകളിലെ സൈഡിൽ കൂടെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറേ കാഴ്ചകൾ നമുക്കിങ്ങനെ കാണാൻ കഴിയും കേട്ടോ.
ഈ ഒരു ഏരിയയിലൂടെ പോകുമ്പോൾ ചില പാറകളൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആനയൊക്കെ നിൽക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. അത്ര വലിയ പാറകളൊക്കെ നമുക്ക് പോകുന്ന വഴിയെ കാണാൻ കഴിയും. നമ്മൾ മുൻപ് പറഞ്ഞില്ലേ KSRTCയുടെ ഒരു ജംഗിൾ സഫാരി ഉള്ള ഒരു കാര്യം. അപ്പോൾ അതിൻ്റെ ഒരു KSRTC ബസ്സാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ബസ്സിൽ ഉല്ലാസയാത്ര എന്നൊരു ബോർഡുണ്ട്. അതുപോലെ തന്നെ കുറേ ആളുകളുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഈ ഒരു ബസ് ഇവിടെ ബ്ലോക്കായിട്ട് കിടക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒരു ബ്രിഡ്ജ് ഇവിടെ പണിയാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കൂടെ പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ ഇതുവഴി വാഹനങ്ങളെല്ലാം കടന്നു പോകുന്നത് ഈ ബ്രിഡ്ജിന് താഴെയുള്ള ആ ഒരു പുഴയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ്. ഇതിന് സമീപത്തായിട്ട് ചെറിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ലൊരു അടിപൊളി വെള്ളച്ചാട്ടമാണിത്. മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്ന സമയങ്ങളിൽ ഈ വെള്ളച്ചാട്ടത്തിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊക്കെയുള്ള വെള്ളമേ ഉള്ളൂ. പിന്നെ ഈ ചെറിയൊരു അരുവി പോലെ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു താഴേക്കൂടെയാണ് ആ ഒരു വണ്ടികളൊക്കെ പോകുന്നത്. ഇതിൻ്റെ മുകൾ വഴി ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളൊക്കെ കടന്നു പോകും. പക്ഷേ KSRTC പോയത് ഈ ഒരു താഴത്തേക്കൂടെ ആ ഒരു അരുവിയിലൂടെയാണ് ആ ഒരു KSRTC കടന്നു പോയത്. ആ ഒരു കാഴ്ച വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. KSRTCയിൽ ഉല്ലാസയാത്രയ്ക്ക് വന്ന നിരവധി ആളുകൾ ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തായിട്ട് വന്ന് ഫോട്ടോസ് എടുക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഒരു അരുവിയാണ്, ഈ ഒരു വെള്ളത്തിനൊക്കെ നല്ലൊരു തണുപ്പാണ്. അപ്പോൾ നല്ല ഇറങ്ങാനും എല്ലാം നല്ലൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. അപ്പോൾ അത് KSRTC പോകണമെന്നില്ല, KSRTC ആ ഒരു വെള്ളത്തിൽ കൂടെയാണ് കയറി പോകുന്നത്. അപ്പോൾ ആ ബസ്സിലെ മുഴുവൻ ആളുകൾ ഇവിടെ ഇറങ്ങി നിൽക്കുകയാണ് ഈ ഒരു കാഴ്ച കാണാനായിട്ട്. അപ്പോൾ അതേ വീഡിയോസൊക്കെ എടുക്കുന്നതല്ലേ. അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ ഇത്. ഈ ഒരു KSRTC യാത്രയെ പറ്റി നമ്മൾ അവരോട് തിരക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് കുട്ടമ്പുഴ, തട്ടേക്കാട്, മാമലക്കണ്ടം വഴി മൂന്നാർ പോകുന്ന KSRTC ആണ്. അപ്പോൾ ഒരാൾക്ക് വരുന്ന ചാർജ് 750 രൂപയാണ്. അപ്പോൾ അവർ ഫുഡും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഒരു 1 ഡേ ട്രിപ്പായിട്ട് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബാണ്. KSRTCയിലൊക്കെ എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു റൈഡ് തന്നെയായിരിക്കും അത്. അപ്പോൾ ആ ഒരു യാത്ര നല്ല ഒരു അടിപൊളി വൈബായിരിക്കും. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ മാമലക്കണ്ടത്തേക്ക് പോവാം കേട്ടോ. ഈ ഒരു റൂട്ട് നിരവധി സഞ്ചാരികളാണ് കേട്ടോ പോകുന്നത്. മാമലക്കണ്ടം വഴി മൂന്നാറിലേക്ക് പോകാൻ പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ടാണ്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി ആളുകളെ കാണാൻ കഴിഞ്ഞു. കുട്ടമ്പുഴ ഫോറസ്റ്റിൻ്റെ തന്നെ ഒരു ഭാഗമാണ് കേട്ടോ ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ റൂട്ട് പോകുന്നവർ ഫോറസ്റ്റിൻ്റെ നിയമങ്ങളൊക്കെ പാലിച്ചിട്ട് വേണം കേട്ടോ പോകാനായിട്ട്. പിന്നെ അതുപോലെ ഈ റൂട്ട് പോകുമ്പോൾ ഇവിടെ വേസ്റ്റുകളും പ്ലാസ്റ്റിക്കുകളും ഒന്നും നിക്ഷേപിക്കാതിരിക്കുക. ഈ ഒരു സ്ഥലം ഇതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ യാത്രയും. പിന്നെ ഈ വനത്തിലേക്കൊക്കെ അനധികൃതമായിട്ടൊക്കെ ഇറങ്ങാതിരിക്കുക. കാരണം കാട്ടാനയൊക്കെ ഇറങ്ങുന്ന വഴിയാണ്. നമ്മൾ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആനയൊന്നും കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആന ഇറങ്ങുന്ന ഒരു റൂട്ടാണ്. അതുകൊണ്ട് ഈ സ്ട്രെയിറ്റ് റൂട്ട് മാത്രം പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലാതെ കുറേ ഡീവിയേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കാടിലൊക്കെ അനധികൃതമായിട്ടൊക്കെ കയറാതിരിക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മുടെ ഓരോ യാത്രകളും.
പോകുന്ന വഴിക്ക് നമുക്ക് നിരവധി വ്യൂ പോയിന്റ് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ അവിടെ നിർത്തി നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കണമെങ്കിൽ എടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു മാമലക്കണ്ടത്തിൻ്റെ ആ ഒരു ഭംഗി കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്ന ചില പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ, വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാലൊക്കെ നമുക്ക് നല്ല അടിപൊളി വൈബൊക്കെ കിട്ടുന്ന ഏരിയാസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ കഴിയും. മാമലക്കണ്ടത്തിൻ്റെ മറ്റൊരു വ്യൂ പോയിൻ്റാണ് കേട്ടോ ഇത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഒരു മനോഹരമായ നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഈ വഴി പോകുമ്പോഴും നല്ല അടിപൊളി വ്യൂസൊക്കെയാണ്. പിന്നെ നമുക്ക് ചെറിയ ഇങ്ങനെ അരുവികൾ ഇങ്ങനെ റോട്ടിലേക്കൊക്കെ ഒഴുകി കിടക്കുന്നതും അങ്ങനത്തെ കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അരുവിയാണ് പുഴയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കുട്ടമ്പുഴ പുഴയുടെ ചെറിയ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ പോലെ പാറയുടെ സൈഡിൽ കൂടെയൊക്കെ ഒഴുകുന്നതാണ്. അപ്പോൾ റോഡുകളിലേക്ക് ഫുൾ ആ ഒരു ചെറിയ പാറയിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളാട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറേ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ മാമലക്കണ്ടത്തേക്ക് റൈഡ് വന്നതാണ്. ഒരു 25-ൽ കൂടുതൽ ആളുകളുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു റൈഡുകളും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാനിടയായി. അപ്പോൾ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു കേട്ടോ അത്. അവർ മാമലക്കണ്ടം വഴി മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്ന ബൈക്ക് റൈഡേഴ്സാണ്. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ബ്രിഡ്ജുകളുണ്ട് കേട്ടോ. ആ ഒരു ബ്രിഡ്ജുകളൊക്കെ കടന്നിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. അപ്പോൾ അതിലൂടെയൊക്കെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായ യാത്രയാണ്. കാരണം താഴെ ആ ഒരു പുഴയും പിന്നെ മുകളിൽ ആ ബ്രിഡ്ജിൽ കൂടെയുള്ള യാത്രയൊക്കെ വളരെ അടിപൊളി ഒരു യാത്ര തന്നെയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ബൈക്ക് റൈഡേഴ്സ് ഇങ്ങനെ വരിയായിട്ട് പോകുന്നത് തന്നെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അപ്പോൾ കുറേ നേരം അങ്ങനത്തെ ഒരു കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. അപ്പോൾ ഈ കാടിന് നടുവിലായിട്ട് ചെറിയൊരു ചായക്കടയുണ്ട്. ആനക്കട എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു കട ഫുൾ ഈറ്റ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കടയിൽ കയറി ചെറിയൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന സ്ഥലം എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും. കാരണം നമ്മുടെ സോഷ്യൽ മീഡിയ വഴി ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള ഒരു സ്കൂൾ എന്ന ക്യാപ്ഷനോട് കൂടി നമ്മൾ ഈ ഒരു സ്ഥലം
ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ടാവും സോഷ്യൽ മീഡിയയിൽ. അതെ, മാമലക്കണ്ടത്തെ ആ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആ ബൈക്ക് റൈഡേഴ്സ് അവിടെ വന്നിട്ട് അവരുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ആ ഒരു സ്കൂളും. പിന്നെ ഇവിടെ ആ ഒരു വെള്ളച്ചാട്ടം ഇപ്പോൾ വെള്ളം വളരെ കുറവാണ്. ആ ഒരു മഴക്കാലത്ത് വന്നാലാണ് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു ശരിക്കുമുള്ള ഒരു വൈബ് നമുക്ക് ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ നമ്മൾ ആ സ്കൂളിൻ്റെ കാഴ്ചകളും ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഇതിന് സമീപത്തായിട്ട് കുറേ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ ഉപ്പിലിട്ട ഐറ്റംസൊക്കെ കിട്ടുന്ന കടകളും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് മാമലക്കണ്ടത്തെ ആ ഒരു പ്രശസ്തമായ സ്കൂൾ, സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള സ്കൂൾ ഇതാണ്. അങ്ങനെ ഈ സ്കൂളിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ ഒരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണാനിടയായത്. അപ്പോൾ ഉരുളിക്കുഴി വാട്ടർഫോൾ എന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ബോർഡ് കണ്ടു. അപ്പോൾ ആ ഒരു വഴി നമ്മളിങ്ങനെ പോവുകയാണ്. ആ ഒരു വെള്ളച്ചാട്ടം തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടം വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. കാരണം ഈ ഒരു വെള്ളച്ചാട്ടത്തിന് അപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട്, മുനിപ്പാറ എന്ന് പറഞ്ഞൊരു ഗ്രാമം. ആ ഗ്രാമത്തിലേക്ക് ജീപ്പ് സഫാരിയൊക്കെ നടത്തുന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിലൂടെയാണ്. അപ്പോൾ ആ ഒരു കാഴ്ച വളരെ മനോഹരമായ കാഴ്ചയാട്ടോ. ജീപ്പുകളൊക്കെ ആ ഒരു വെള്ളച്ചാട്ടത്തിലൂടെ പോകുന്നത് എനിക്ക് തോന്നുന്നു അപൂർവമായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൂടെയൊക്കെ ജീപ്പൊക്കെ പോകുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. എനിക്ക് തോന്നുന്നു അധികം ആർക്കും അറിയാത്ത ഒരു വെള്ളച്ചാട്ടം. അത്ര മനോഹരമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് അപ്പുറത്തായിട്ടുള്ള മുനിപ്പാറ എന്ന ഗ്രാമത്തിലേക്ക് ജീപ്പ് സഫാരിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന് ഒരാൾക്ക് 500 രൂപയൊക്കെയാണ് ചാർജ്. അപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്ന് പാക്കേജൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെ ജീപ്പ് സഫാരി, ഓഫ് റോഡ് റൈഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതൊക്കെ നല്ല അടിപൊളി വൈബ് തന്നെയായിരിക്കും. ഈ ഒരു വെള്ളച്ചാട്ടത്തിന് അധികം ആഴമില്ലാത്തതിനാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങാനും കുളിക്കാനും ഒക്കെ നല്ല സൗകര്യമാണ്. അപ്പോൾ കുറച്ച് ആൾക്കാർ അവിടെ കുളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അധികം ആർക്കും അറിയാത്തത് കൊണ്ട് വലിയ തിരക്കൊന്നും ഈ വെള്ളച്ചാട്ടത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. അങ്ങനെ മാമലക്കണ്ടത്തിന് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. പക്ഷെ മാമലക്കണ്ടത്തെ കാഴ്ചകളൊന്നും അവസാനിച്ചിട്ടില്ല. ഇത്രയും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ഇതിനപ്പുറത്തേക്ക് ഒരു മനോഹരമായ ഗ്രാമമുണ്ട്, മുനിപ്പാറ. ആ ഒരു ഗ്രാമത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ ആ ഒരു സ്കൂളിന് അപ്പുറത്തേക്കായിട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകളും സ്ഥലങ്ങളും എല്ലാം ഉണ്ട്. ആ ഒരു റൂട്ട് ചെന്ന് ചേരുന്നത് മൂന്നാറിലേക്കാണ്. അപ്പോൾ മൂന്നാർ വരെയുള്ള കാഴ്ചകളെല്ലാം നമുക്ക് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വേറൊരു യാത്രയിൽ ആ ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്താം. അപ്പോൾ മാമലക്കണ്ടത്തിൻ്റെ യാത്ര, ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇവിടെ വരെയാണ്. അപ്പോൾ ബാക്കി മാമലക്കണ്ടത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നീട് ഒരു യാത്രയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ഇതുപോലുള്ള മനോഹരമായ യാത്രയുടെ വിശേഷങ്ങളുമായി നമുക്ക് വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.